എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ നമ്മള് സമയവും ജോലിയും, അതായത് ടൈം ആൻഡ് വർക്ക് എന്നുള്ള വർക്ക് ആൻഡ് ടൈം എന്നുള്ള ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. അപ്പൊ LDCക്ക് ആയാലും LGSനായാലും പോലീസ് സെലക്ഷൻ ആയാലും എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്, വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. B അതേ ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. രണ്ടു പേരും കൂടി ചെയ്താൽ എത്ര ദിവസം വേണ്ടി വരുന്നു? അതായത് എയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് എന്താണ്? എയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/10, 10 അല്ലെ? ഇനി ബിയുടെ ജോലി എന്ന് പറയുന്നതോ 1/15 അല്ലെ? 15 ഒരു ദിവസം കൊണ്ട് തീർക്കുക. അപ്പൊ രണ്ടാളും കൂടി എത്ര വരും ഒരു ദിവസത്തില്? 1/10 + 1/15 അല്ലെ? ഇതിനെ ഇങ്ങനെ അംശങ്ങൾ കൂട്ടുക, ഛേദങ്ങൾ കൂട്ടുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഛേദം ഒരേപോലെ ആക്കണം, എങ്കിലേ അംശം കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒരേപോലെ ആക്കണം വെച്ചെങ്കിൽ ഇതിന്റെ ലസാഗു എടുക്കണം. 10ന്റെയും 15ന്റെയും ലസാഗു എന്ന് പറയുന്നത് എന്ത് വരും? 5 പൂവും അല്ലെ? 2 5 10, 3 5 15. ഇനി എന്തെങ്കിലും പൂവോ? ഇല്ല. അപ്പൊ 3 6, 6 5 30 ഇതിന്റെ LCM ലസാഗു എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ × 3 അല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെയും × 3 ചെയ്യണം. ഇവിടെ × 2 അല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെയും × 2 ചെയ്യണം. അപ്പൊ നമുക്ക് അംശത്തിൽ എന്ത് വരും? 1 × 3 അതായത് 3 പ്ലസ് 1 × 2 2. 3 + 2 എത്രയാണ്? 5. 5/30 എത്രയാണ്? 1/6 അല്ലെ? 1/6. ഇത് എന്താണ്? ഒരു ദിവസത്തെ രണ്ടുപേരും കൂടി ചേർന്ന ജോലിയാണ്. അപ്പൊ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം എന്നുള്ളതിന് എന്താ പറയാ? ഇതിന് വ്യുൽക്രമം എടുക്കുക. അതായത് ഇതിനെ അംശത്തിനെ ഛേദവും ഛേദത്തിനെ അംശവും ആക്കുക. അപ്പൊ എന്താണ്? 6/1, അതായത് 6 ദിവസം. അപ്പൊ 6 ദിവസമാണ് രണ്ടുപേരും കൂടി ചേർന്നാൽ അത് ചെയ്യാൻ വേണ്ടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X 20 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. Xും Yയും കൂടി 12 ദിവസം കൊണ്ട് തീർക്കും. Y ഒറ്റയ്ക്ക് എത്ര ദിവസം? അതായത് Xും Yയും എന്ന് പറയുന്നത് എന്താണ്? Xും Yയും കൂടി ചേർക്കണത് 1/12 ഒരു ദിവസം ചെയ്യണത് അല്ലെ? 1/12 ഒരു ദിവസം ചെയ്യണത് Xും Yയും കൂടി. ഇനി X ഒറ്റയ്ക്കാണ് വെച്ചെങ്കിലോ ഒരു ദിവസം ചെയ്യണ ജോലി 1/20. അപ്പോ Y ഒറ്റയ്ക്ക് ചെയ്യണത് എങ്ങനെ കിട്ടും? Xും Yയും കൂടി ചേർന്ന് ചെയ്യണ ഒരു ദിവസത്തെ ജോലിയിൽ നിന്ന് X ചെയ്യണ ഒരു ദിവസത്തെ ജോലി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? Yയുടെ ഒരു ദിവസത്തെ ജോലി കിട്ടും അല്ലെ? 1/12 - 1/20. ഇതില് എന്താണ് LCM വരിക? 60 അല്ലേ? നോക്കൂ, 12 20, 2 പൂവും 6 2 12, 12 20. ഇനിയും 2 പൂവും 3 2 6, 2 10. ഇനി ഏതെങ്കിലും പൂവോ? ഇല്ല. 3 5 15, 15 2 30, 32 60. അപ്പൊ 60 എന്നുള്ളതാണ് നമ്മുടെ LCM. അപ്പൊ ഇതിനെ × 5 ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെയും × 5 ചെയ്യണം. ഇവിടെ × 3, ഇവിടെയും × 3 ചെയ്യണം. അപ്പൊ എന്താണ്? 5 - 3 അത് എത്രയാണ്? 2/60. 2/60 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/30. ഇനി നമുക്ക് എന്താണ്? Y ഒറ്റയ്ക്ക്, ഇത് ഒരു ദിവസത്തെ ജോലിയാണ്. അപ്പൊ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നു ചോദിച്ചാൽ ഇതിന്റെ വ്യുൽക്രമം അത് എത്രയാണ്? 30/1, അതായത് 30 ദിവസം കൊണ്ടാണ് Y ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 പേർ 8 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. 16 പേർ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 12 പേര് 8 ദിവസം കൊണ്ട് ചെയ്യണ ജോലി എന്ന് പറഞ്ഞാൽ ആകെ ജോലി എത്രയാണ്? 12 × 8 അല്ലേ? ആ ജോലി 16 പേരാണ് ഉള്ളത്. അപ്പൊ ഇതിനെ ഡിവൈഡഡ് ബൈ 16 ചെയ്താൽ നമുക്ക് എത്ര ദിവസമാണെന്ന് കിട്ടില്ലേ? അപ്പൊ 12 × 8/16, അതായത് 2, ഇവിടെ എന്താണ്? 6. അപ്പൊ 6 ദിവസം കൊണ്ടാണ് തീർക്കാൻ പറ്റുക. അതായത് നമുക്ക് എന്താ വേണ്ടത്? ആളുകൾ × ദിവസം എന്ന് പറയണത് ഇവിടത്തെയും ആളുകൾ × ദിവസത്തിനോട് തുല്യമായിരിക്കണം. അപ്പോ നമ്മൾ അതിന്നാണ് നമ്മൾ
ദിവസം കണ്ടുപിടിക്കണത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ, ബി, സി എന്നിവർ യഥാക്രമം 6, 8, 12 ദിവസം കൊണ്ട് ജോലി തീർക്കും. 3 പേരും കൂടി എത്ര ദിവസം? അതായത് എയുടെ ഒരു ദിവസത്തെ ജോലി 1/6 ആണ്, ബിയുടെ 1/8 ആണ്, സിയുടെ 1/12 ആണ്. അപ്പൊ 3 പേരും കൂടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അതായത് ഇതിന്റെ എന്ത് വേണം? ഇതിന്റെ ലസാഗു വേണം അല്ലെ? ഈ 6ഉം 8ഉം 12ഉം 6, 8, 12 എന്നതിന്റെ ലസാഗു എങ്ങനെ കാണാ? 2 പൂവും എല്ലാത്തിലും 3, 2, 6, 4, 2, 8, 6, 2, 12. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണത് നോക്കാം. 2 പൂവും അല്ലെ? അപ്പൊ ഈ 3 തന്നെ എഴുതുക. പിന്നെ എന്താണ്? ഈ 2 ഇവിടെ ഈ 2 4, ഇവിടെ എന്താണ്? 3, 2, 6. ഇനി 3 പൂവും രണ്ടെണ്ണത്തില് അല്ലെ? അപ്പൊ 1, 2, 1 അല്ലെ? അപ്പൊ ഇതിന്റെ ലസാഗു എന്ന് പറയുന്നത് എന്താണ്? 2 × 2 × 3 × 2. ഈ 2 4, 4, 2 8, 3 24. 24 ആണ് എന്തെന്ന് പറയണത്? ലസാഗു എന്ന് പറയണത്. അപ്പൊ ഇവിടെ × 4 അല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെയും × 4 ചെയ്യണം. അപ്പൊ 4 ആണ് ആദ്യത്തത്. പിന്നെ 8 × 3 ആണ് 24. അപ്പൊ ഇവിടെയും × 3 ചെയ്യണ്ടേ? അപ്പൊ 3 പ്ലസ് 12 × 2 ആണ് 24. അപ്പൊ ഇവിടെ × 2. അപ്പൊ 2. 4 3 7, 7 2 9. 9/24 എന്ന് പറഞ്ഞാൽ 3 പൂവും 3 24. 3/8. അപ്പൊ ഒരു ദിവസത്തെ 3 പേരും കൂടി 3/8 ആണ് വെച്ചെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എന്ന് പറഞ്ഞ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതിന്റെ വ്യുൽക്രമം എടുക്കണം. അത് എത്രയാണ്? 8/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പൈപ്പിനെ ടാങ്ക് 10 മണിക്കൂർ കൊണ്ട് നിറയ്ക്കാം. മറ്റൊരു പൈപ്പിനെ 15 മണിക്കൂർ കൊണ്ട് കാലിയാക്കാം. രണ്ടും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂറാണ് വേണ്ടതെന്ന് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? ആലോചിച്ചു നോക്കൂ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 10 മണിക്കൂർ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. പിന്നെ എന്താണ്? മറ്റേ പൈപ്പാണ് വെച്ചെങ്കിൽ 15 മണിക്കൂർ കൊണ്ട് കാലിയാക്കും ചെയ്യാം അല്ലേ? അപ്പൊ നെറ്റ് എന്താ വരിക? അതായത് 1 മണിക്കൂറിൽ 1/10 ആണ് വെച്ചെങ്കിൽ അതേ മണിക്കൂറിൽ തന്നെ മറ്റൊരു പൈപ്പ് തുറന്ന എന്താണ്? -1/15 ആണ്. അപ്പൊ നെറ്റ് എന്ത് വരും? 1/10 - 1/15 അല്ലേ വരിക? അത് എത്രയാണ്? ഇതിന്റെ ലസാഗു എന്ത് വരും? 30 ആണ് വരിക അല്ലെ? 10 × 3. അപ്പൊ ഇവിടെയും × 3, ഇവിടെ × 2 × 2 അല്ലെ? അപ്പൊ 3 - 2/30 അല്ലെ? 1/30. അപ്പൊ എത്ര മണിക്കൂറാണ് വേണ്ടത്? 30 മണിക്കൂർ. ഇതിന്റെ വ്യുൽക്രമാണ് എടുക്കേണ്ടത്. അപ്പൊ 30 മണിക്കൂർ കൊണ്ടാണ് അത് നിറയാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഒരു ജോലിയുടെ 2/5 ഭാഗം 8 ദിവസം കൊണ്ട് ചെയ്യും. മുഴുവൻ ജോലിയും എത്ര? എക്സ് എന്നുള്ളതാണ് ജോലിയെങ്കിൽ എക്സിന്റെ 2/5 ഭാഗം എന്ന് പറയുന്നത് 8 ദിവസമാണ്. എക്സിന്റെ 2/5 ഭാഗം എന്ന് പറയുന്നത് 8 ആണെന്ന് വെച്ചെങ്കിൽ എക്സ് എന്ത് വരും? 8 × 5/2 അല്ലെ? 4 2 8, 4 5 20. അപ്പൊ എന്താണ് ആൻസർ വരിക? 20 ദിവസം എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 തൊഴിലാളികൾ 24 ദിവസം കൊണ്ട് റോഡ് പണിയും. 9 ദിവസം കഴിഞ്ഞ് 5 പേർ പോയാൽ ബാക്കി ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? എന്താ ചെയ്യാ? അതായത് ആകെ ജോലി എത്രയാണ്? 15 ആളുകള് 24 ദിവസം കൊണ്ട് തീർക്കണതാണ് ആകെ ജോലി. 15 × 24. അതിനെ എങ്ങനെ ചെയ്യാം? വേഗത്തിൽ ചെയ്യാൻ വേണ്ടി 24 × 10 + 5 എന്ന് എഴുതാം. അപ്പൊ വേഗത്തിൽ ചെയ്യാം. 240. പിന്നെ എന്ത് വരും? 4 5 20, 2 2 10 2 12 അല്ലെ? അപ്പൊ 360 അല്ലേ? 360 ആണ് ആകെ ജോലി എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞേക്കണോ? 9 ദിവസം കഴിഞ്ഞ് 5 പേർ പോയി. അപ്പൊ 9 ദിവസം എത്ര ആള് പണിതു? 15 പേര് പണിതു അല്ലെ?
9 ദിവസം 15 പേർ പണിത ജോലി എത്രയാണ്? 15 × 9 അല്ലെ? 15 × 9 എത്രയാണ്? 9 × 5 45, 4 135 അല്ലെ? 135. ഇനി എന്താണ്? അപ്പം ബാക്കി ജോലി എത്ര വരും? 360 135 മൈനസ് ചെയ്തതല്ലേ ബാക്കി ജോലി? 360 മൈനസ് 135 അതെത്രയാണ്? 2 225 ജോലിയാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ? ഇനി എന്താ പറഞ്ഞേക്കണ? 5 പേര് പോയും ചെയ്തു. അപ്പൊ ഇനി എത്ര ആളുണ്ട്? 10 പേരേ ഉള്ളൂ അല്ലെ? അപ്പൊ 225നെ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താ എത്ര ദിവസം വേണമെന്ന് നമുക്ക് കിട്ടിയില്ലേ? അതായത് 22.5 ദിവസം എന്നുള്ളതാണ് ആൻസർ വരിക കേട്ടോ. 22.5 ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയേക്കാൾ 2 ഇരട്ടി വേഗത്തിൽ ബി ജോലി ചെയ്യും. എ 18 ദിവസം എടുത്താൽ ബി എത്ര ദിവസം? അപ്പൊ എന്താണ്? അതായത് വേഗം 2 ഇരട്ടി ആവുമ്പോ സമയം എന്താവും? പകുതിയാവും അല്ലെ? സമയം പകുതിയാവും. അപ്പൊ നമുക്ക് 18 ദിവസം എന്നുള്ളത് 18/2 അതിന്റെ പകുതിയല്ലേ വേണ്ടു? അതെത്രയാണ്? 9 ദിവസമേ വേണ്ടു. അപ്പൊ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8 പുരുഷന്മാർ അല്ലെങ്കിൽ 12 സ്ത്രീകൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്യും. 6 പുരുഷന്മാരും 11 സ്ത്രീകളും കൂടി എത്ര ദിവസം? എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? അതായത് 8 മെയിലും 12 ഫീമെയിലും അല്ലെ? 12 മെയിലും ഫീമെയിലും അല്ലെങ്കിൽ വുമണും എന്ന് എഴുതാം. മെന്നും വുമണും 12 വുമണും കൂടി ചേർന്നത് എന്ന് പറയണത് എന്താണ്? 25 ദിവസം കൊണ്ടാണ് ചെയ്യുക. അല്ലെങ്കിലാണ് പറഞ്ഞിരിക്കണേ ഇത്. അപ്പൊ പ്ലസ് അല്ല ഇടണ്ടേ. കാരണം എന്താണ്? 8 പുരുഷന്മാരെ 8 മെയില് അല്ലെങ്കിൽ 12 സ്ത്രീകള്. അപ്പൊ 8 പുരുഷന്മാർക്ക് തുല്യം എന്താണ്? 12 സ്ത്രീകളാണ് അല്ലെ? വുമൺ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്തെഴുതാം? അതായത് ഇതില് രണ്ടിലും 4 പോവും അല്ലെ? അപ്പൊ 2 മെയില് എന്ന് പറയണത് എന്താണ്? 3 വുമണിന് തുല്യാണ്. അപ്പൊ ഒരു മെയില് എന്ന് പറയണത് എന്താണ്? 3/2 വുമൺ ആണ്. അതെന്താണ്? 1.5 വുമൺ എന്ന് കിട്ടും. അതെ. അപ്പൊ ഒരു മെയില് എന്ന് പറയണത് എന്താണ്? 1.5 വുമണിന് തുല്യമാണ് അല്ലെ? ഇനി എന്താ പറഞ്ഞിരിക്കണേ? 6 മെയില് 6 മെയിലും പിന്നെ എന്താണ്? 11 വുമണും അല്ലെ കൂടി എത്ര ദിവസം എന്നാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ഇവിടെ 6 മെയില് എന്നുള്ളത് എന്താ എഴുതാം? 6 × 1.5 എഴുതാം അല്ലെ? 1.5 എന്ന് പറഞ്ഞാൽ 3/2 എന്ന് എഴുതിയാൽ മതി. അപ്പോഴാണ് വേഗത്തില് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. 6 × 3/2 പ്ലസ് 11 അല്ലെ? ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നമുക്ക് എന്താണ്? 9 + 11 അതായത് 20 വുമൺ എന്ന് വരും. വുമൺ അതായത് ആകെ 6 പുരുഷന്മാരും 11 സ്ത്രീകളും കൂടി എന്നുള്ളത് എന്താണ്? 20 വുമൺ എന്ന് വരും. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ആകെ ജോലി എത്രയാണ്? 12 വുമൺ അല്ലെ? 12 വുമൺ 25 ദിവസം ഉള്ളതാണ് ആകെ ജോലി. 12 വുമൺ 25 ദിവസം കൊണ്ട് ചെയ്യണ ജോലിയാണ് ആകെ ജോലി. അത് എത്ര വുമൺ ഉണ്ട് ഇവിടെ? 20 വുമൺ. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ്? അപ്പൊ ഡിവൈഡഡ് ബൈ 20 അല്ലേ ചെയ്യേണ്ടത്? 4 × 5 20, 5 × 25. ഇവിടെ 3 4 12. അപ്പൊ എന്താണ്? 3 5 15. 15 ദിവസം എന്നല്ലേ വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? 8 പുരുഷന്മാർ അല്ലെങ്കിൽ 12 സ്ത്രീകൾ എന്ന് പറയുമ്പോൾ 8 പുരുഷന്മാർക്ക് തുല്യമാണ് 12 സ്ത്രീകൾ. അപ്പോ ഒരു പുരുഷന് തുല്യം എത്രയാണ്? 3/2 വുമൺ ആണ്.
ഇനി നമ്മൾ എന്താ ചെയ്തത്? 6 പുരുഷന്മാരും 11 സ്ത്രീകളും കൂടി എത്ര ദിവസം എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവരുടെ വുമണിൽ കണ്ടു 6 മെന്നും 11 വുമണും എന്ന് പറയുന്നത് മെന്നിന് പകരം ഇവിടെ എന്താ എഴുതി? 3/2 വുമൺ എന്ന് എഴുതി. അപ്പൊ നമുക്ക് 20 വുമൺ എന്ന് കിട്ടി. 20 വുമൺ ഉണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളതാണ്. അപ്പൊ ആകെ ജോലി എന്ന് പറയുന്നത് 12 സ്ത്രീകള് 25 ദിവസം ചെയ്യണ ജോലിയാണ്. അത് ഡിവൈഡഡ് ബൈ ഈ 20 വുമൺ ഉണ്ട് വെച്ചെങ്കിൽ അപ്പൊ എത്ര ദിവസം? 15 ദിവസം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 30 ദിവസം ബി 40 ദിവസം കൊണ്ട് ജോലി ചെയ്യും. എ 5 ദിവസം ചെയ്ത ശേഷം പോയാൽ ബി ബാക്കി എത്ര ദിവസം? അതായത് എ 30 ദിവസം കൊണ്ട് ചെയ്യും അല്ലെ. ഇനി ബി എന്താ ചെയ്യണത്? 40 ദിവസം കൊണ്ട് ചെയ്യും അല്ലെ. അപ്പൊ എ 5 ദിവസം ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം ചെയ്യണത് 1/30 ആണ്. അപ്പൊ 5 ദിവസം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 അല്ലേ? 5/30 ആണ് എ ചെയ്യ അല്ലെ. 5/30 എന്ന് പറയുന്നത് എത്രയാണ്? 1/6 ആണ്. ഇനി ബാക്കി ജോലി എന്ന് പറയുന്നത് എന്താണ്? 1 - 1/6 അല്ലേ. അതെന്ന് പറയുന്നത് എത്രയാണ്? 5/6 ആണ്. ഇനി ബിയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് എന്താണ്? 1/40 ആണ് അല്ലെ. അപ്പൊ ദിവസം എങ്ങനെ കണക്കാക്കുക? 5/6നെ 1/40 കൊണ്ട് ഡിവൈഡ് ചെയ്താ പോരെ. അപ്പോഴല്ലേ നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 5/6 ഇൻറ്റു 40/1. 40 ഇൻറ്റു 5/6 അല്ലെ. ഈ 3 പൂല 3 ഇവിടെ വേണം. 20 അല്ലെ. 20 5 100. 100/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 33.33 ആണ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബി എന്നിവർ 12 ദിവസം കൊണ്ട് ജോലി തീർക്കും. എ ഒറ്റയ്ക്ക് 20 ദിവസവും ബി ഒറ്റയ്ക്കാണ് വെച്ചെങ്കിൽ എത്ര ദിവസം? എയുടെ എ പ്ലസ് ബി ആണ് വെച്ചെങ്കിൽ ഒരു ദിവസം ചെയ്യണ ജോലി എന്ന് പറഞ്ഞാൽ 1/12 അല്ലേ. ഇനി എ ഒറ്റയ്ക്കാണ് വെച്ചെങ്കിൽ 20 ദിവസം എന്ന് പറഞ്ഞാൽ എയുടെ ഒരു ദിവസത്തെ ജോലി എന്താണ്? 1/20 ആണ്. അപ്പൊ നമുക്ക് എ പ്ലസ് ബിന്ന് എ കുറച്ചുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ബി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യണത് കിട്ടില്ലേ. അപ്പൊ 1/12 മൈനസ് 1/20 എങ്ങനെ ചെയ്യാം? 12ഉം 20ഉം അല്ലെ. ഏതാണ് LCM നോക്കൂ. 12 20 2 പോവും 6 2 12 12 20 2 പോവും 3 2 6 I 2 10. ഇനി ഏതെങ്കിലും പോവോ? ഇല്ല. അപ്പൊ 15 × 2 30 30 × 2 60. 60 ആണ് ഇതിന്റെ LCM. അപ്പൊ ഇവിടെ ഇൻറ്റു 5 ചെയ്യണം. ഇവിടെ ഇൻറ്റു 5 ചെയ്യാ. ഇവിടെ ഇൻറ്റു 3 ചെയ്യാ. ഇൻറ്റു 3 ചെയ്യാ. അപ്പൊ എന്താണ്? 5 - 3 അല്ലേ കിട്ടുക. 5 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. 2/60 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/30 ആണ് അല്ലെ. അപ്പൊ ബി ഒറ്റയ്ക്ക് ചെയ്യണത് ഇതിന്റെ വിൽക്രമം അല്ലേ. കാരണം ഒരു ദിവസത്തെ ബിയുടെ ജോലിയാണ് 1/30. അപ്പൊ എത്ര ദിവസം കൊണ്ട് പൂർണ്ണമാക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിന്റെ വിൽക്രമം എടുത്താൽ മതി. 30/1 അതായത് 30 ദിവസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പത്ത് പേർ 15 ദിവസം കൊണ്ട് 5 വീട് പണിയും. 25 പേർ 6 ദിവസം കൊണ്ട് എത്ര വീട്? എങ്ങനെയാണ് ആൻസർ കിട്ടുക? അതായത് ആകെ വീട് 10 പേര് 15 ദിവസം കൊണ്ട് 5 വീട് പണിയും അല്ലെ. അപ്പൊ ആകെ എങ്ങനെ വേണം? 10 × 15 അല്ലെ. 10 × 15 10 പേര് 15 ദിവസം കൊണ്ട്. അപ്പൊ ആകെ എന്ന് പറയുന്നത് 150 ജോലി അല്ലെ. 5 വീടാണ് കഴിയുക. അപ്പൊ ബൈ 5 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എത്ര വരും? 30 എന്ന് വരും
അല്ലെ? 30 എന്ന് വരും. ഇനി നമുക്ക് എന്താണ് 25 പേര് 6 ദിവസം കൊണ്ട് എത്ര വീട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ 25 × 6 എത്രയാണ്? 6 5 30, 3 26 12 3 15, 150. അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഈ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അതായത് 150നെ ഏതോ ഒരു W2 = 5 എന്ന് കിട്ടി അല്ലെ? 5 വീടല്ലേ പണിയണത്. 150 പേര് 5 വീടാണ് പണിയണത് അല്ലെ? അപ്പൊ 150/5 എന്ന് പറയുന്നത് എന്താണ്? 150 പേര് എളുപ്പ വഴി പറഞ്ഞു തരാം, അതാണ് നല്ലത്. എങ്ങനെയാണ്? അതായത് M1 D1 W1, M1 × D1 /W1 = M2 × D2 /W2. ഇവിടെ M1 എന്ന് പറയുന്നത് ആളുകളാണ്, അത് ഇവിടെ എത്രയാണ്? 10 ആണ് അല്ലെ? D1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 15 ദിവസമാണ് അല്ലെ? 10 15. W1 എന്ന് പറയുന്നത് എന്താണ്? എത്ര വീടാണ്? 5 വീട് അല്ലെ? = M2 ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? M2 എന്ന് പറയുന്നത് 25 ആണ്. D2 എന്ന് പറയുന്നത് എന്താണ്? ഡേയ്സ്, അത് എത്രയാണ്? 6 ആണ് അല്ലെ? /W2. അപ്പൊ നമുക്ക് ഇതിന്ന് W2 കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ W2 വരിക? 10 × 15 /5 = 25 × 6 /W2 അല്ലെ? അപ്പൊ W2 എങ്ങനെ കാണാം? ഇത് 10 × 15 /5 എന്ന് പറഞ്ഞാൽ നമുക്ക് 30 എന്ന് കിട്ടി അല്ലെ? അപ്പൊ W2 എങ്ങനെ കാണും? W2 = ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെ ഇങ്ങോട്ട് കൊടുന്നു. അപ്പൊ 25 × 6 /30 അല്ലെ? I 6 അല്ലേ 30, ഇവിടെ I 5 25 അല്ലേ? അപ്പൊ W2 എന്ന് പറയുന്നത് എന്ത് വരും? 5 എന്ന് വരും. ഏതാണ് ആൻസർ? നോക്കൂ, A എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഈ ഒരു വാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ചെയ്യാൻ കിട്ടും. 10 പേര് 15 ദിവസം കൊണ്ട് 5 വീട്, 25 പേരെ 6 ദിവസം കൊണ്ട് എത്ര വീട് എന്ന് ചോദിച്ചാൽ ഇതില് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൈപ്പ് എ 6 മണിക്കൂർ, പൈപ്പ് ബി 8 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കും. രണ്ടും കൂടി 3 മണിക്കൂർ ചെയ്താൽ ബാക്കി എത്ര ഭാഗം ഉണ്ടാവും? എങ്ങനെ ചെയ്യാം? അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും കൂടിയിട്ട് 3 മണിക്കൂറാണ് ചെയ്യണത് അല്ലെ? എയും ബിയും കൂടിയിട്ട് 3 മണിക്കൂറാണ് ചെയ്യണത്. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ 6 മണിക്കൂർ, അപ്പൊ 1 മണിക്കൂർ 1/6 അല്ലേ? ഇനി ഇവിടെ എന്താണ്? 1/8 അല്ലേ? അപ്പൊ രണ്ടും കൂടി എന്ന് പറഞ്ഞാൽ A + B വരുമ്പോ എങ്ങനെ വരും? 1/6 + 1/8 അല്ലേ വരാ? അതെന്ന് പറയുന്നത് എത്രയാണ്? ഇതിന്റെ LCM എന്ന് പറയുന്നത് 24 അല്ലേ വരിക? അപ്പൊ ഇവിടെ 4 കൊണ്ട് ചെയ്യണം, ഇവിടെ 3 കൊണ്ടും ചെയ്യണം. അപ്പൊ 4 + 3 7 അല്ലെ? 7/24 അല്ലേ വരിക? ഇനി 7/24 വെച്ചിട്ട് 3 മണിക്കൂർ പണിതു അല്ലെ? 3 മണിക്കൂർ ചെയ്തു. അപ്പൊ 7/24 × 3 അല്ലേ വരിക? അതായത് എത്രയാണ്? എത്ര ഭാഗമാണ്? 7/8 ഭാഗം, 7/8 ഭാഗമാണ് ചെയ്തത്. അപ്പൊ ഇനി ബാക്കി എത്ര ഉണ്ടാവും? 1 - 7/8 അല്ലേ? അതായത് 1 എന്ന് പറയുന്നത് 8/8 ആണ്. 8/8 - 7/8 എന്ത് വരും? 1/8 വരും. അപ്പോ ബാക്കി എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ എന്താ വരിക? 1/8 ഭാഗം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A + B 10 ദിവസം, B + C 12 ദിവസം, A + C 15 ദിവസം ആവുമ്പോ A ഒറ്റയ്ക്ക് എത്ര ദിവസം എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇതിനെ എല്ലാത്തിനും കൂടി കൂട്ടിയാൽ എന്ത് വരും? 2 × A + B + C അല്ലേ വരിക? അതെന്ന് പറയുന്നത് എത്രയാണ്?
ആദ്യത്തെ എ എന്ന് പറയുന്നത് 1/10 ആണ് അല്ലേ? ബി എന്ന് പറയുന്നത് 1/12 ആണ്. സി എന്ന് പറയുന്നത് എന്താണ്? 1/15 ആണ്. അപ്പൊ നമുക്ക് ആകെ എന്ന് പറയുന്നത് ഇതിന്റെ LCM എന്ന് പറയുന്നത് എന്താണ്? 60 ആണ് വരിക. അപ്പൊ ഇവിടെ 10 × 6 ആണ്. അപ്പൊ ഇവിടെ 6 വരും. 12 × 5 ആണ്. ഇവിടെ 5 വരും. പിന്നെ എന്താണ്? ഇവിടെ 15 × 4 ആണ്. അപ്പൊ ഇവിടെ × 4 വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 6 + 5 + 4 അല്ലേ? 6 + 5 + 4 ഇങ്ങനെയല്ലേ വരിക? 6 4 10 15/60. 15/60 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1/4 ആണെന്ന് അല്ലേ? കാരണം എന്താണ്? 15 4 ആണ് 60. അപ്പൊ 1/4 ആണ്. അപ്പൊ 2i's a + b + c എന്ന് പറയുന്നത് 1/4 ആണ് വെച്ചെങ്കിൽ a + b + c എന്ന് പറയുന്നത് എന്ത് വരും? 1/4 ഇവിടെ 2 അല്ലേ വരിക? ഇവിടെ ഇൻറ്റു ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ /2 ആവും. അപ്പൊ 1/8 എന്നുള്ളതല്ലേ വരിക? അപ്പൊ 1/8 ഭാഗം അല്ലേ? അപ്പൊ എ ഒറ്റയ്ക്കാണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടി ഒരു ദിവസം ചെയ്യണത് 1/8 ആണ് വെച്ചെങ്കിൽ എ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? എ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാവരും കൂടിയുള്ളതിന്ന് ബി + സിയുടെ കുറച്ചാൽ മതിയില്ലേ? അപ്പൊ 1/8 - 1/12 ചെയ്താ പോരെ? അപ്പൊ ഇതിന്റെ LCM എന്ത് വരും? 24 ആണ്. അപ്പൊ 8 3 24. ഇവിടെ × 3, ഇവിടെ × 2, ഇവിടെയും × 2 അല്ലേ? അപ്പൊ 3 - 2/24. അതായത് 1/24 അല്ലേ? അതായത് എത്ര ദിവസം വേണ്ടി വരും എന്ന് ചോദിച്ചാ എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ വിൽക്രമം എടുക്കണം. അപ്പൊ 24/1 അതായത് 24. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 24 പേർ 16 ദിവസം കൊണ്ട് ജോലി ചെയ്യും. 8 ദിവസം കഴിഞ്ഞ് എത്ര പേരെ കുറച്ചാൽ 4 ദിവസം വൈകി തീരും? എങ്ങനെയാണ്? ആകെ ജോലി എന്ന് പറയുന്നത് എന്താണ്? 24 × 16 അല്ലേ ആകെ ജോലി? അതായത് 24 × 10 + 6 എന്ന് എഴുതാം. അപ്പൊ 240. പിന്നെ എന്താണ്? 6 4 24, 2 6 12 14 അല്ലേ? അപ്പൊ എത്ര വരാ? 4 ഇവിടെ 8 3 384 അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കണേ? 8 ദിവസം കഴിഞ്ഞ്. അപ്പൊ 8 ദിവസം 24 പേര് ചെയ്ത ജോലി എത്രയാണ്? 24 × 8 അത് എത്രയാണ്? 4 8 32, 3 2 16, 3 19 192 അല്ലേ? അപ്പൊ ഇനി എന്താണ് വരേണ്ടത്? 192 8 ദിവസം കഴിഞ്ഞ് എത്ര പേരെ കുറച്ചാൽ 4 ദിവസം വൈകി തീരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 20 ദിവസം കൊണ്ട് തീരണമെങ്കിൽ 16 ദിവസം കൊണ്ട് ചെയ്യണ ജോലി 4 ദിവസം വൈകി എന്ന് പറഞ്ഞാൽ 20 ദിവസമാണ് അല്ലെ? ഈ 192 20 ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ എത്ര പേര് വേണം? 192/20 അല്ലേ? അത് എത്രയാണ് വരിക? 9 2 18, 12 6 2 12, 9.6 അല്ലേ വരിക? 9.6 ആളുകളാണ് വേണ്ടത്. അപ്പൊ എന്താണ്? എത്ര പേരെ കുറയ്ക്കണം എന്ന് ചോദിച്ചാൽ എന്താണ്? 24 എത്ര പേര് കുറയ്ക്കണം? 16 ആളുകൾ കുറയ്ക്കണം അല്ലെ? 24 - 16 വേണം. അപ്പൊ എത്ര പേരാണ് വരിക? 8 പേരാണ് വരിക. ഏതാണ് ആൻസർ നോക്കൂ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.